ആഴത്തോട് മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അവതക്കുട്ടി തിരിച്ചു പോയത് കൊണ്ട് ഭയങ്കര വിഷമത്തിലിരിക്കുന്നത് അലീനയാണ്. അലീനയ്ക്ക് എപ്പോഴും ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും കൂടെ നടക്കുമായിരുന്നു അലീനയുടെ കൂടെ. അതുകൊണ്ട് തന്നെ ഒരു വലിയ നഷ്ടം പോലെ ഇങ്ങനെ ആലോചിച്ച് തൂണിന്റെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും സ്റ്റാൻലി ജോസഫ് അന്വേഷിക്കുന്നുണ്ട് അലീനയെ. ഇന്ന് ഒരിടവും കാണാനില്ലല്ലോ എന്നൊക്കെ പൗലോസിന്റെ അടുത്തും എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. അത് പുറത്തവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ വന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് അലീന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഒരു വിഷമം പോലെ ഇരിക്കുന്നു, എന്താ കാര്യം? അത് അപ്പച്ചൻ പോയത് കൊണ്ടാ, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഒരു ഇഷ്ടം തന്ന ഒരു സ്നേഹത്തോടെ ഒരു അപ്പച്ചൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കത് വല്ലാത്ത ഒരു വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു. ഇതിനാ ഓരോന്ന് ചിന്തിക്കുന്നത്? എന്നാ മോക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷം തരുന്ന കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുറെ നാളുകൊണ്ട് പറയുന്നില്ലേ അവിടുത്തെ അനിയത്തിമാരെയും അനിയനെയൊക്കെ കാണണമെന്ന്, മോക്ക് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, കുറെ നാളായില്ലേ, ഫോൺ വഴി ഞങ്ങൾ സംസാരിക്കത്തേ ഉള്ളൂ. എന്തായാലും അവർക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട്, പക്ഷെ അത് നടക്കില്ല. എന്നാ മോളൊരു കാര്യം ചെയ്, ഇവിടെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടൊന്നും ഇരിക്കണ്ട, നമുക്ക് ഇന്ന് അങ്ങോട്ടൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരാം, പുറത്തൊക്കെ പോയിട്ട് കൂട്ടത്തിൽ അവിടെയും കയറാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ സന്തോഷ വാർത്ത ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് പറയുക, ശരിയാണോ പറയുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിയാ ഞാൻ പറയുന്നേ. എന്തായാലും പപ്പ ഇനി വാക്ക് മാറുവോ? ഇല്ല, ഞാൻ വാക്കൊന്നും മാറ്റില്ല. മോളുടെ മുമ്പില് ഞാൻ ഈ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അത് മോളുടെ മുമ്പിൽ മാത്രമാ. എൻ്റെ ഒരു ശീലം തന്നെ ഞാൻ മാറ്റിയെടുത്തു. അത് മാത്രമല്ല, അപ്പച്ചന്റെ മദ്യപാനവും മോൾ നിർത്തിപ്പിച്ചു. അതൊക്കെ മോളുടെ ഒരു കഴിവ് തന്നെയാ. അതുകൊണ്ട് അപ്പച്ചൻ എപ്പോഴും പറയും, എന്റെ ശീലം വരെ നിർത്തിപ്പിച്ചത് അലീന മോളാ. അതുകൊണ്ട് തന്നെയാണ് നിന്നെയും നിർത്തിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അത് നടക്കില്ലാന്ന്. പക്ഷെ ഏതെങ്കിലും ഒരു രീതി വന്നപ്പോഴത്തേക്കും എനിക്ക് നിർത്താൻ തോന്നിയെങ്കിൽ അത് മോള് കാരണം തന്നെ എന്ന് ഞാൻ ഇതിനെ വിശ്വസിക്കുന്നു എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് സ്നേഹത്തോടെ പറയുന്നുണ്ട് അലീന്റെ അടുത്ത്. അങ്ങനെ ഈ വാർത്ത പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം പറയാനാ വിളിച്ചത്. എനിക്ക് ഇവിടുത്തെ അപ്പച്ചൻ പോയത് പിന്നെ ഭയങ്കര സങ്കടമാ. എന്തായാലും അത് വിഷമിച്ച് ഞാൻ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്ന് പപ്പ പറഞ്ഞായിരുന്നു, ഇനി നിങ്ങളെയൊക്കെ കാണാൻ എന്നെ കൊണ്ടുവരാം, പുറത്തൊക്കെ പോകാമെന്ന്. പക്ഷെ എനിക്ക് അവിടെ വരണം എന്നറിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരും. അമ്മ ബാങ്കിൽ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാവിലെ പോവും. ആ സമയത്ത് ആരും കാണില്ല, നമ്മളെ മാത്രമേ ഉള്ളൂ. മോൾ അപ്പോഴത്തേക്കും വാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവളാണെങ്കിൽ അറിയാതിരിക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടത്തെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയെ പറഞ്ഞ് എവിടെയെങ്കിലും വിടാം, പക്ഷെ ഏത് സമയത്താ വരുന്നതെന്ന് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞങ്ങൾ രാവിലെ ഇറങ്ങും, ഉച്ചതയാകുമ്പോഴത്തേക്കും അവിടെ എത്തും എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ബാലചന്ദ്രൻ ഫോൺ വെച്ചിട്ട് കൃഷ്ണയുടെ അടുത്തും രോഹിത്തിന്റെ അടുത്തും ബബിതിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഇന്ന് നിങ്ങൾ എല്ലാരെയും കാണാൻ അലീന വരുന്നുണ്ട്, കൂടെ അയാളും വരും എന്നൊക്കെ പറയുന്നുണ്ട്. അത് അലീനയുടെ സ്വന്തം അച്ഛനാന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്നാൽ അവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരുന്നു, നിങ്ങൾക്ക് സന്തോഷമായോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും എന്തൊക്കെയാ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് വരും, ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ അലീന വീണ്ടും ഫോൺ വിളിക്കുന്നുണ്ട്. കുറെ നാളായില്ലേ ഞാൻ ഉണ്ടാക്കി തന്ന് നിങ്ങളൊക്കെ കഴിച്ചിട്ട്, അതുകൊണ്ട് വന്നിട്ട് ഭക്ഷണങ്ങളൊക്കെ ഞാൻ വെച്ചോളാം, എല്ലാവർക്കും ഇന്ന് എന്റെ വകയാ സ്പെഷ്യല് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബബിത ഫോൺ എടുത്ത് പറയുക, ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചിയുടെ ഭക്ഷണം കഴിക്കാൻ, എന്തായാലും അത് നല്ല കാര്യമാണ് തീരുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വേഗം വരണം കേട്ടോ എന്നൊക്കെ കൃഷ്ണയും ഫോൺ വാങ്ങിച്ച് പറയുന്നുണ്ട്. ഞാനിപ്പോ എത്താം എന്നൊക്കെ അലീന പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് സ്റ്റാൻലി ജോസഫ് നിപ്പുണ്ട്. എല്ലാവരും അത്രയ്ക്ക് സ്നേഹമാണല്ലേ മോളെടുത്ത്? അതെ, എനിക്ക് അവരെല്ലാവരും പ്രിയപ്പെട്ടവരാ.
പക്ഷെ അവരെ വിട്ടിട്ട് വന്നപ്പോഴത്തേക്കും എനിക്കും വിഷമമുണ്ട്, അവർക്കും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഓരോ കാര്യങ്ങൾ കൊണ്ട് അതെല്ലാം മാറിയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്റെ തീരുമാനം നല്ലതായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, എനിക്ക് എല്ലാവരും കാണാൻ പറ്റുന്നത് അത് തന്നെ എനിക്ക് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത് എന്ന് അലീന പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത്. അങ്ങനെ ഈ പൗലോസിനെ വിളിച്ച് പറയുക, ഇന്ന് ഉച്ചത്തേക്ക് ഞങ്ങൾ കണക്കാക്കി ഭക്ഷണമൊന്നും വെക്കണ്ട, ഞങ്ങളിന്ന് പുറത്തേക്കാ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും പൗലോസ് ചോദിക്കുക, എന്തായാലും എങ്ങോട്ടാ സാർ പോകുന്നത്? അത് നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, പറഞ്ഞത് മാത്രം അങ്ങോട്ട് അനുസരിച്ചാ മതി എന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ആ സമയത്ത് പൗലോസ് ബാക്കി ജോലിക്കാരെടുത്ത് പറയുക, ഇപ്പൊ സാറിന് എന്ത് പറഞ്ഞാലും ദേഷ്യമാ, എന്തായാലും അവള് അതും ഇതും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. എന്തായാലും ഇനി എന്നാണോന്ന് അറിയത്തില്ല നമ്മളെ പിടിച്ച് പുറത്താക്കുന്നത് എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുങ്ങി ഇറങ്ങുന്നുണ്ട്, അലീനയും സ്റ്റാൻലി ജോസഫും. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പറയുക, മോളിന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ സുന്ദരി തന്നെയാ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അല്ല, എന്റെ മോളല്ലേ, പിന്നെ സുന്ദരിയാവാതിരിക്കുവോ എന്നൊക്കെ സ്റ്റാൻലി ജോസഫും പറയുന്നുണ്ട്. ഇത് കേട്ട് ഉടനെ തന്നെ അലീന പറയുക, പപ്പയ്ക്ക് തമാശ പറയാനും അറിയാമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തമാശ പറയാനും എല്ലാം എനിക്കറിയാം, ചിരിക്കാനും. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ അത് സാധിക്കുന്നില്ല എന്ന് മാത്രം, അത് മാത്രം മനസ്സിലാക്കിയത് മോള്. അല്ലാതെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സ് എനിക്കുണ്ട്, അത് തിരിച്ചറിയുന്നവർ മാത്രമേ തിരിച്ചറിയുള്ളൂ എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അലീനയും സ്റ്റാൻലി ജോസഫും ബാലചന്ദ്രന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ പോയതും എല്ലാവരും നല്ല രീതിയിൽ സ്വീകരണം കണ്ട് നല്ല സന്തോഷത്തിലാവുകയാണ് സ്റ്റാൻലി ജോസഫ്. എന്തായാലും സ്റ്റാൻലി ജോസഫ് ഒരു കാര്യം പറയുന്നുണ്ട് എല്ലായിടത്തും, നിങ്ങളെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വരണമെന്ന് അറിയുമ്പം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാ നിങ്ങളെന്നാ പറഞ്ഞത്. അതുകൊണ്ടല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്നവരെ അടുത്ത് പോകാനല്ലേ നമുക്ക് താല്പര്യം. പക്ഷേ ഒരു വിഷമിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം കൊണ്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നത് എന്നൊക്കെ ബാലചന്ദ്രന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാ, ഒരു വീട് പോലെ ഞങ്ങൾ കഴിഞ്ഞവരല്ലേ. പെട്ടെന്ന് ഒരു ദിവസം പോകുമ്പോഴത്തേക്കും അതെല്ലാവർക്കും നിരാശയെ വരുത്തുള്ളൂ. പക്ഷേ ഇന്നിവിടെ ഉത്സവം പോലെ തന്നെയാ അലീന വന്നത് കൊണ്ട് കൊണ്ടുവന്നതിന് സ്റ്റാൻലി ജോസഫിനും വളരെ നന്ദി എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്ത്. അങ്ങനെ സ്റ്റാൻലിയുടെ അടുത്ത് പറയുക, ഇന്ന് എല്ലാവർക്കും എന്റെ വകയാ ഭക്ഷണം ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ, അവിടെ തന്നെ എന്നെ അടുക്കളയിൽ കയറല്ലെന്നാ പപ്പയുടെ ഓർഡർ. പക്ഷെ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് ശരി തന്നെയാ, ഇവിടെ എല്ലാ ജോലിയും ചെയ്തിരുന്നത് അലീനയാ, പക്ഷെ വേലക്കാരിയായിട്ടല്ല. പക്ഷെ ഞങ്ങൾ കരുതിയത് ഞങ്ങൾ വലിയൊരു അംഗത്തെ പോലെയാ. പക്ഷെ അവളുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമാണ്. സ്റ്റാൻലി കഴിച്ചിട്ടുണ്ടോ ഇവളുണ്ടാക്കുന്ന ഭക്ഷണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത് ബാലചന്ദ്രൻ. ആ സമയത്ത് പറയുക, ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കി കഴിപ്പിച്ചിട്ടില്ല. എനിക്കവിടെ സെർവൻസ് ഉണ്ടല്ലോ, അവരാ ഉണ്ടാക്കാറ്. എന്നാൽ ഇന്ന് അലീന ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം, പിന്നെ പറയും വേറെ ആരും ഉണ്ടാക്കണ്ട എന്ന്. അങ്ങനെ അലീനയും ബബിതയും കൃഷ്ണയും രോഹിത്തും എല്ലാവരും കൂടി അടുക്കളയിൽ കയറുന്നുണ്ട്. എല്ലാവരും കളിയും ചിരിയുമായിട്ട് വിശേഷങ്ങൾ പറഞ്ഞും അടുക്കളയിൽ എല്ലാവരും നിപ്പുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫും അതുപോലെ തന്നെ ബാലചന്ദ്രനും അലീനയുടെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അവിടുത്തെ അപ്പച്ചനെ കുറിച്ചും എല്ലാം. ആ സമയത്ത് ചോദിക്കുന്നുണ്ട് വൈജയന്തിയെ കുറിച്ച്, ഇവിടെ പോയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ, ഇവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഇവിടുന്ന് ബാങ്കിൽ പോവാൻ ഇറങ്ങിയായിരുന്നു. പക്ഷെ ഈ സമയത്ത് വരെയൊന്നുമില്ല, വൈകുന്നേരം ആവും ഇനി എത്താൻ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഒരാകാംക്ഷ തോന്നുമല്ലേ കാണാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്റ്റാൻലിയുടെ അടുത്ത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ്, വന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നമാകത്തില്ലേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ബാലചന്ദ്രൻ വേറെ രീതിയിൽ എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാലോ, നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, എനിക്കും ഒരു കുടുംബമുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ പലതും മറച്ചു വെച്ചേ പറ്റുള്ളൂ. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ആ സമയത്ത് ഉടനെ തന്നെ അലീന വരുന്നുണ്ട്. എല്ലാവർക്കും ചായയായിട്ട് ആദ്യം കൊടുക്കുന്നത്.
ആ സമയത്ത് പറയുക, എന്തായാലും എനിക്കിപ്പോൾ വേണ്ട, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ചായ കുടിക്കാറില്ല എന്ന് സ്റ്റാൻലി കുടിക്കുന്നില്ല. അങ്ങനെ ബാലചന്ദ്രൻ പറയുക, മോൾ ഉണ്ടാക്കിയിട്ട് ചായ കുടിച്ചിട്ട് കുറെ നാളായി, മോൾ എനിക്ക് താ, സ്റ്റാൻലിയുടെ ചായയുടെ എനിക്ക് താ, ഞാൻ കുടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കുറച്ച് കുടിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാവരുമായിട്ട് പറയുന്ന സമയത്ത് രോഹിത് പറയുക, ഞങ്ങളെല്ലാവരും ഒരു ദിവസം അവിടുത്തെ വീട് കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും വരാം, അവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ചില സ്ഥലത്ത് ബോറടിച്ചായിരിക്കുന്ന ഒരു വലിയ വീട്ടിനുള്ളില്, പക്ഷെ ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. അവിടെയും എനിക്ക് സന്തോഷത്തിന് ഒരു കുറവില്ല കേട്ടോ. പക്ഷേ അവിടെയാണെങ്കിൽ നിങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ അലീന അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം വെച്ച് കഴിക്കാൻ ഇത്തിരി താമസിച്ചു പോയി. വന്നതിന് ശേഷം അലീന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവരുമായിട്ട്. അങ്ങനെ അലീനയുടെ അടുത്ത് പറയുക, മോള് തന്നെ വിളമ്പി കൊടുക്ക്, മോളുണ്ടാക്കിയ ഭക്ഷണമല്ലേ, എന്തായാലും സ്റ്റാലിക്ക് ഇഷ്ടപ്പെടും, അതുകൊണ്ട് മോള് തന്നെ വിളമ്പി കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ജോസഫിന് അലീന ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്, ചോറും കറികളും എല്ലാം. ആ സമയത്ത് കഴിച്ച ഉടനെ അലീനയെ നോക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാ മോൾ ഉണ്ടാക്കുന്ന ഈ ചോറിനും കറിക്കും എല്ലാം, അതുപോലെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഇപ്പോൾ ഈ ഭക്ഷണം എന്തോ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നുണ്ട്. ആ സമയത്ത് പറയുക ബാലചന്ദ്രൻ, ഇതുവരെയും കഴിച്ചിട്ടില്ല അല്ലേ, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമേ കഴിക്കുള്ളൂ, അതാ ഇവളുടെ കൈപുണ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ പഠിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടുതലും ഇവിടെ ഈ വീട്ടിൽ വന്നേ പിന്നെ ഞാൻ കൂടുതലും ഉണ്ടാക്കാൻ തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ അങ്ങൊക്കെ ഉണ്ടാക്കി. പക്ഷെ അതൊന്നും കുഴപ്പമില്ലാതെ ഇവർ കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെ സ്റ്റാൻലി ജോസഫ് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. കൂടുതലും ഇവിടെ ഈ വീട്ടിൽ വന്നേ പിന്നെ ഞാൻ കൂടുതലും ഉണ്ടാക്കാൻ തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ അങ്ങൊക്കെ ഉണ്ടാക്കി. പക്ഷെ അതൊന്നും കുഴപ്പമില്ലാതെ ഇവർ കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെ സ്റ്റാൻലി ജോസഫ് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അലീന ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണയും ഭവതിയൊക്കെ പറയുക, എന്തായാലും അച്ഛനെയും മോളെയും കാണാൻ ഇപ്പം നല്ല രസമാണ്, ഇത്തിരി സന്തോഷമുണ്ട് ചേച്ചിക്ക്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എപ്പോഴും സങ്കടവും കരച്ചിലായിരുന്നു, പക്ഷേ സന്തോഷമായിട്ട് ഇരിക്കുന്നത് അറിഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്നൊക്കെ കൃഷ്ണ പറയുന്നുണ്ട്. എന്തായാലും ഇടയ്ക്കൊക്കെ ചേച്ചിയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ സ്റ്റാൻലിയുടെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട്. അതിനെന്താ, ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങാമല്ലോ, ആ സമയത്ത് നമുക്കൊന്ന് കറങ്ങിട്ടൊക്കെ പോവുകയും ചെയ്യാമല്ലോ, അതുകൊണ്ട് ഞാൻ വരും എന്നൊക്കെ സ്റ്റാൻലിയും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനും എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വൈജയന്തി അവിടെ എത്തുന്നുണ്ട്. ആരും അറിഞ്ഞില്ല വൈജയന്തി വരുന്നതായിട്ട്. പക്ഷെ പെട്ടെന്ന് വന്ന് കയറുമ്പോഴത്തേക്കും അവിടെ അലീന ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സ്റ്റാൻലിയെ കാണുമ്പോഴത്തേക്ക് ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇവരെന്താ ഇവിടെ, ആരാ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതാരെന്ന് മനസ്സിലായോ നിനക്ക്? ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒന്നും മിണ്ടാത്ത ഒരു അവസ്ഥയിൽ ഞെട്ടി നിൽക്കുമ്പോൾ ഒരു നിമിഷം നിൽക്കുന്നുണ്ട്. എന്നാൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പെട്ടെന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാതെ ഉടനെ തന്നെ സ്റ്റാൻലി ജോസഫ് ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പറയുക, ഇതാണ് അലീനയുടെ സാറ്, അലീന ഇവിടെയാ നിൽക്കുന്നത്, ഇവരുടെ വീട്ടില് നമ്മളെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് കാണിക്കാൻ കൊണ്ടുവന്നതാ എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ തന്നെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി നിൽക്കാതെ റൂമിലേക്ക് പോയി കഥ കടയ്ക്കുന്നുണ്ട്, വലിച്ചടയ്ക്കുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുക, നിങ്ങൾ വിഷമിക്കുന്ന വേണ്ട, ഇവളുടെ സ്വഭാവം ഇത് തന്നെയാ, ആര് വന്നിരുന്നാലും ഇഷ്ടമില്ല, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അലീനയും ഞെട്ടി നിൽക്കുന്നുണ്ട്. അലീന സ്റ്റാൻലിയുടെ മകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാളും ഒരു വലിയൊരു ഭൂകമ്പം തന്നെ അവിടെ നടന്നേനെ. പക്ഷേ അതിനെക്കുറിച്ച് വൈജയന്തിയുടെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്. വൈജയന്തി വന്നതുകൊണ്ട് തന്നെയാണ് ഒന്നും സംസാരിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. അതുപോലെ തന്നെ സ്റ്റാൻലി ജോസഫും വൈജയന്തി കണ്ടത് ഞെട്ടലോടെ ഒന്ന്
മിണ്ടാതെ നിൽക്കുക, ഒന്നും പറയാതെ. അങ്ങനെ പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുക, ഞങ്ങൾ ഇറങ്ങുക. അങ്ങനെ ആ അടുത്ത് യാത്ര പറയാതെ പെട്ടെന്ന് പോയി സ്റ്റാൻലി ജോസഫ് കാറിൽ കയറി ഇരിക്കുക. അങ്ങനെ അലീന പിറകേന്ന് പോയി എല്ലാവരും യാത്ര പറഞ്ഞിട്ട് ഇനിയും വരും, നിങ്ങൾ അങ്ങോട്ട് വന്നാലേ ഇനി ഇങ്ങോട്ട് വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് അലീന. ഇതെല്ലാം റൂമിലെ ജനലിന്റെ കൂടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സ്റ്റാൻലി ജോസഫിനെയും അലീനയെയും. അങ്ങനെ അവര് പോയ ശേഷം പോയി കതക് തട്ടുന്നുണ്ട്. എന്തായാലും അവര് പോയമ്മേ, വന്നേ കതക് തുറന്നേ എന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്. ഞാൻ വരുന്നില്ല, ഇതാരെ വിളിച്ച് നിങ്ങൾ സൽക്കരിച്ചേ? ആരാ? അതാരാ കൂടെ വന്ന് അവളുടെ കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാ അലീന ചേച്ചി ഇപ്പം വീട്ടിൽ നിൽക്കുന്ന സാറ്, അവർക്ക് ഇവിടെ വരണമെന്ന് തോന്നി വന്നു. അലീന ചേച്ചി പറഞ്ഞിട്ടാ വന്നത്, അതിനിപ്പോ കുഴപ്പമെന്താ? ഇങ്ങനെയുള്ള ആരും ഈ വീട്ടിൽ വരാൻ ഇഷ്ടമില്ല എനിക്ക്. ഇനി ആരടുത്ത് ഇവിടെ വരരുതെന്ന് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണ പറയുക, ആദ്യം അമ്മ കതവ് തുറക്ക്. ഞാൻ തുറക്കില്ല, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തുറന്നോളും എന്നൊക്കെ പറഞ്ഞ് റൂമിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുക പുറത്തുനിന്ന്, അവളിനി തുറക്കില്ല, ഇനി വിളിക്കുകയും വേണ്ട, ഇനി ഇതിനെക്കുറിച്ച് ആരും ഒന്നും ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടം കാണില്ലല്ലോ. അതുകൊണ്ട് എല്ലാ സത്യങ്ങളും അറിയുന്ന ഒരു ദിവസം വരും, അപ്പോഴത്തേക്കും തുറന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ ഞെട്ടി നിൽക്കുന്നുണ്ട് വൈജയന്തി. കതവ് തുറക്കാതെ അവരൊന്ന് ആലോചിച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് റൂമിൽ തന്നെ.